നമ്മുടെ ചാർജർ ഇതിൽ കുത്തിയിട്ട് ഈ QR കോഡ് സ്കാൻ നമ്മുടെ വണ്ടിയിൽ മോഡിലാണ് ഈ പറയുന്ന 147 കിട്ടുന്നത്. എത്ര ഡ്രൈവ് മോഡ് ഫുൾ ചാർജാണ് ഇടുവാണെങ്കിൽ 3 കിലോമീറ്റർ സ്പീഡിലാണ് നമുക്ക് ഇപ്പോൾ പാർക്ക് സിസ്റ്റം നീങ്ങി തുടങ്ങാം. പാസഞ്ചർ കംഫർട്ട് ഇതിൻ്റെ കുടുക്കമൊക്കെ എങ്ങനെയുണ്ട്? നമുക്ക് ഈ ആൾക്കാരിയ്ക്കുമ്പോൾ ഉള്ള കുടുക്കം, ഇതിൻ്റെ സേഫ്റ്റി ഒക്കെ എങ്ങനെയുണ്ട്? നമുക്ക് സേഫ്റ്റി ഫീച്ചേഴ്സായിട്ട് നമുക്ക് ഇങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കറണ്ട് പോയിട്ട് രണ്ടാമത് വരുമ്പോഴേക്കും സാധാ ഓട്ടോയിൽ പോലെയല്ല, നമ്മൾ നെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ച് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് വന്ന് റിട്ടേൺ. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് എത്തിയിരിക്കുന്നത് കൊച്ചിയിലുള്ള എടപ്പള്ളിയിലെ മോണ്ട്ര ഇലക്ട്രിക്കൽ സൂപ്പർ ഓട്ടോയുടെ ഷോറൂമിൻ്റെ ഫ്രണ്ടിലാണ്. അപ്പോൾ ഇവിടെ ഈ ഏറ്റവും പുതിയ മോണ്ട്ര ഇലക്ട്രിക്കൽ ഓട്ടോ ഒന്ന് പരിചയപ്പെടുവാനും അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കുവാനായിട്ടാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ നേരെ വീട്ടിലേക്ക് പോകാം. ലെറ്റ്സ് സ്റ്റാർട്ട്. എടപ്പള്ളി NH ബൈപ്പാസിൽ അഞ്ചുമന ടെമ്പിൾ സർവീസ് റോഡിൽ ഇവിടെ ഇലക്ട്രിക്കൽ വെഹിക്കിളിൻ്റെ ഒരു ഷോറൂമുണ്ട്. HDFC ബാങ്ക് ബിൽഡിംഗ് ആണ്. ഇവിടെ കാണാം നിങ്ങൾക്ക് മോണ്ട്ര ഇലക്ട്രിക്കൽ സൂപ്പർ ഓട്ടോയുടെ ഒരു ഷോറൂമാണ്. അപ്പോൾ ഇവിടെയാണ് ഇതിൻ്റെ ഒരു അഡ്രസ്സ് ഇങ്ങനെയാണ് വരുന്നത്. കല്യാൺ മോണ്ട്ര ഡീലർഷിപ്പിലാണ് ഇവിടെ സെയിൽസ് ആരംഭിച്ചിരിക്കുന്നത് കൊച്ചിയിൽ. അപ്പോൾ EV വ്യവസായത്തിൽ ആദ്യമായിട്ടുള്ള നിരവധി ഫീച്ചറുകളുള്ള ഒരു സൂപ്പർ ഓട്ടോയാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിന് ടെസ്റ്റ് ഡ്രൈവ് കാര്യങ്ങളെല്ലാം ചെയ്യാനുള്ള അവസരവും കാര്യങ്ങളും ഉണ്ട്, പറഞ്ഞു തരാനുള്ള സ്റ്റാഫ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അത് നമുക്ക് പരിചയപ്പെടാം. ഇപ്പോൾ ഓട്ടോ ഒന്ന് ആദ്യം കണ്ടു നോക്കാം നമുക്ക്. അപ്പോൾ ഇതുവരെ കണ്ടതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു EV ആണ് ഈ ഒരു ഇലക്ട്രോണിക് വെഹിക്കിൾ അല്ലെങ്കിൽ ഓട്ടോ. അപ്പോൾ ഈ ഒരു ഓട്ടോയുടെ അടിസ്ഥാന വേരിയൻറ്റ് ബേസിക് മോഡൽ വരുന്നത് എനിക്ക് തോന്നുന്ന 3 ലക്ഷം രൂപ തൊട്ട് എക്സ് ഷോറൂം പോസ്റ്റ് സബ്സിഡി പ്രാരംഭ വിലയുണ്ട്. അപ്പോൾ ഇതിൻ്റെ വലിയ ബാറ്ററിയുടെ ഉയർന്ന ശ്രേണിയുള്ള വേരിയൻറ്റിന് 3.5 ലക്ഷം, അതായത് ഇവരെയൊക്കെ വില ഉയരുന്നു. അപ്പോൾ ആദ്യം പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് വിലയും വരുന്നത്. ഉപഭോക്താവിന് എനിക്ക് തോന്നുന്ന ധനസഹായ എളുപ്പവും എനിക്ക് തോന്നുന്ന താങ്ങാൻ പറ്റുന്ന രീതിയിൽ നിരവധി ബാങ്കുകളൊക്കെ ആയിട്ട് ഇവർ ബന്ധം സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വഴി നമുക്ക് വാഹനം വാങ്ങിക്കാവുന്നതാണ്. ഇനിയിപ്പോൾ ഇലക്ട്രിക് ഓട്ടോയുടെ ഒരു പീക്ക് ടോർക്ക് എന്ന് പറയുന്നത് 60 Nm ആണ്. ഇപ്പം ഉയർന്ന വേഗത എന്ന് പറയുന്നത് മാക്സിമം 55 കിലോമീറ്ററും കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ മികച്ച സമ്പദ് വ്യവസ്ഥയ്ക്ക് എന്ന് പറഞ്ഞാൽ മൾട്ടി ഡ്രൈവ് മോഡുകൾ ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ പാർക്ക് അസിസ്റ്റൻറ്റ് മോഡ് പോലെയുള്ള മോഡുകളൊക്കെ സജ്ജീകരിച്ചിട്ടുണ്ട്. പിന്നെ ഒരു പ്രീമിയം ഡുവൽ ടോൺ സീറ്റിംഗ് ആണ്. ഇപ്പോൾ ലെതറാണ് ഫിനിഷ് വരുന്നത്. പിന്നെ നല്ല സ്പേസ് വരുന്നുണ്ട്, ലഗേജിനുള്ള ബൂട്ട് സ്പേസ് അതുപോലെ കൊടുത്തിട്ടുണ്ട്. ആ ഡിസൈൻ ചെയ്തിരിക്കുന്നതൊക്കെ നല്ല സ്പേസിലാണ് വരുന്നത്. അപ്പോൾ ഡ്രൈവർമാർക്ക് അവരുടെ ഈ ഉള്ള ഓരോ ബേസിക് വിവരങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ട്രാക്ക് ചെയ്യാനായിട്ടുള്ള ടെലിമാറ്റിക്സും അതേപോലെ മൊബൈൽ ആപ്പും ഒക്കെ ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ 3 വർഷം 1 ലക്ഷം കിലോമീറ്റർ വാറണ്ടി, അതേപോലെ തന്നെ കമ്പനി 24/7 റോഡ് സൈഡ് അസിസ്റ്റൻറ്റ് കൊടുക്കുന്നുണ്ട്. 2 വർഷത്തെ വിപുലീകൃത വാറണ്ടി ഓപ്ഷനുണ്ട്. 3 വർഷത്തെ AMC ഓപ്ഷനോട് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് ഓടിച്ചുള്ള അതിൻ്റെ റിവ്യൂ കാര്യങ്ങളെല്ലാം പറയാം. ഫസ്റ്റ് നമ്മൾ ഈ ഓട്ടോയിൽ താക്കോലിട്ട് ഓൺ ചെയ്യുമ്പോൾ തന്നെ ഫുള്ള് ഒരു ഇൻഡിക്കേഷൻ എല്ലാം കാണിക്കും. അതിനുശേഷമാണ് നോർമൽ ഡിസ്പ്ലേയിലേക്ക് വരിക. ഫ്രണ്ട് ഭാഗത്ത് നമുക്ക് പറയാനായിട്ട് ഒരു ചെറിയ ഡാഷ്ബോർഡ് കൂടെ വരുന്നുണ്ട്. ചെറിയ നമ്മുടെ പേപ്പേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റിയ ഒരു ചെറിയ ഡാഷ്ബോർഡ് കൂടെ കൊടുത്തിട്ടുണ്ടെന്ന് പറയാം. എൻ്റെ സ്വിച്ചും ഒരു ഇതും കാണാം. അത് ഞാൻ ഓട്ടത്തിൽ തന്നെ അത് പറഞ്ഞ് കാണിച്ചു തരാം. അങ്ങനെയാണ് ബാക്കിയൊന്നും എടുക്കാം. ഇത് EPV 2.0 എന്ന് പറയുന്നൊരു മോഡലാണ്. അപ്പം 3 വേരിയൻറ്റുകൾ വരുന്നുണ്ട്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇപ്പോഴത്തെ ഒരു മോഡൽ എന്ന് പറയുന്നത് EPV 2.0. അത്യാവശ്യം ഡീസലിൻ്റെ ആ ഒരു ലഗേജും ബൂട്ട് സ്പേസും കണ്ടില്ല, നല്ല വിശാലമായ ഒരു സ്പേസ് തന്നെ വരുന്നുണ്ട്. അപ്പോൾ എത്ര കിലോ കയറുമെന്ന് ചോദിക്കാം. എത്ര കിലോ വെയിറ്റ് വരെ കയറുമെന്നോ അങ്ങനെ വല്ലോ? 350 അത്രയും വരുന്നുണ്ട് അല്ലേ? നമുക്ക് നമ്മുടെ ഷോറൂമിൽ 600 kg വരെ കയറ്റി നോക്കിയിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല. 30 കിലോമീറ്റേഴ്സ് മൈലേജ് കിട്ടും. അപ്പോൾ ഇനി ബാക്കി കാര്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. നമ്മുടെ വണ്ടിയിൽ ഇപ്പോൾ ഫുൾ ചാർജാണ്. 147 റേഞ്ച് കാണിക്കും. ശരിക്കും 155 കിട്ടും കേബിൾസ് വെച്ച്. നമുക്ക് ഒരു അപ്രോക്സിമേറ്റ് 147 റേഞ്ച് കാണിക്കും. അത് എക്കോ മോഡിലാണ്. ഇവിടെ മോഡായിട്ട് നമുക്കുണ്ട്. എക്കോ മോഡിലാണ് ഈ പറയുന്ന 147 കിട്ടുന്നത്. എക്കോ എന്ന് പറഞ്ഞാൽ ഇല്ല കാണിക്കും. നമ്മൾ ഡ്രൈവ് മോഡ് ഇടുവാണെങ്കിൽ 3 മോഡാണുള്ളത്. ഡ്രൈവ് മോഡ് ഇടുവാണെങ്കിൽ അതിനനുസരിച്ച് റേഞ്ച് വ്യത്യാസം വരും, സ്പീഡും വ്യത്യാസം വരുന്നുണ്ട്. എക്കോ മോഡിൽ 43 ആണ്, ഡ്രൈവ് മോഡിൽ 53 കയറും. അപ്പോൾ റേഞ്ച് വന്നത് 127 ആണ്. പിന്നെ നമുക്ക് പവർ മോഡ് എന്ന് പറഞ്ഞൊരു മോഡുണ്ട്.
പവർ മോഡ് എന്ന് പറഞ്ഞ മോഡിൽ 107 ആണ് കാണിക്കുക. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 55 എബോ നമുക്ക് സ്പീഡ് കയറുന്നുണ്ട്. അതിൽ നമുക്ക് കയറ്റം കയറാനും ലോഡ് വെച്ച് വലിക്കാനും വേണ്ടിയാണ് ഈ പവർ മോഡ്. അതിൽ 107 ആണ് നമുക്ക് റേഞ്ച് കാണിക്കുന്നത് എസ്റ്റിമേറ്റഡ്. ഓക്കെ, നമുക്ക് ട്രിപ്പ് സെറ്റ് ചെയ്യാം. ട്രിപ്പ് ഇപ്പോൾ 0 സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ട്രിപ്പ് സെറ്റ് ചെയ്യാനൊക്കെയാണ് ഈ സ്വിച്ച് കൊടുത്തേക്കുന്നത്. പിന്നെ ടൈം ഉണ്ട്, ഓഡോ റീഡിംഗ് ഉണ്ട്, ബാറ്ററി പെർസെൻറ്റേജ് ഉണ്ട്. ഇപ്പോൾ ഫോർവേഡ് ആണ് കിടക്കുന്നത് വണ്ടി. ഫോർവേഡ് റിവേഴ്സ് ഹാൻഡിൽ ബാറിൽ തന്നെയാണ്. പിന്നെ ഉള്ളതാണ് മോഡുകൾ. പാർക്ക് അസിസ്റ്റ്, ന്യൂട്രൽ, എക്കോ, ഡ്രൈവ്, പവർ. പാർക്ക് അസിസ്റ്റ് 5 കിലോമീറ്റർ സ്പീഡിലാണ് നമുക്ക് വണ്ടി നീങ്ങുക. അതായത് നമുക്ക് ജർക്കിങ് ഉണ്ടാവില്ല. ജസ്റ്റ് കൺജസ്റ്റഡ് ആയിട്ടുള്ള ഏരിയയിൽ വണ്ടി എന്താ എടുക്കുമ്പോൾ വണ്ടി ചാടാണ്ട് എടുക്കാൻ വേണ്ടിയുള്ളൊരു ഇതാണ്, സേഫ്റ്റിയാണ്. പിന്നെ ന്യൂട്രൽ ഓഫ് ചെയ്യുന്ന കണ്ടീഷൻ, അല്ലെങ്കിൽ ഗിയർ ഇല്ലാത്ത കണ്ടീഷനാണ് ന്യൂട്രൽ. ഇപ്പൊ ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ടുണ്ട്, ഹാൻഡ് ബ്രേക്ക് ഉണ്ട് ഇവിടെ, ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ ന്യൂട്രൽ കണ്ടീഷനാണ്. വണ്ടി നമുക്ക് എടുത്തു നോക്കാം. പിന്നെ ഇതിന് ഒരു സേഫ്റ്റി ഫീച്ചർ ആയിട്ടുള്ളത്, ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തു, പാർക്ക് അസിസ്റ്റ് ഇട്ടു, വണ്ടി ത്രോട്ടിൽ കൊടുത്താൽ നീങ്ങൂല. കീ ഓൺ ആണ്, മോഡില് ഇതായിട്ടുണ്ട്, പാർക്ക് അസിസ്റ്റ് ഇട്ടിട്ടുണ്ട്. ത്രോട്ടിൽ കൊടുത്താൽ നീങ്ങൂല. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സേഫ്റ്റി ഫീച്ചർ ആയിട്ടാണ്. നമ്മൾ ബ്രേക്ക് ചവിട്ടി റിലീസ് ചെയ്താലേ വണ്ടി നീങ്ങി തുടങ്ങുള്ളൂ. അത് ഇപ്പോ കുഞ്ഞു പിള്ളേരൊക്കെ ഫ്രണ്ടിൽ ഇരുത്തുമ്പോൾ ഉള്ളൊരു സേഫ്റ്റി ഫീച്ചർ ആയിട്ട് കൊടുത്തേക്കുന്നതാണ്. അങ്ങനെ 5 കിലോമീറ്റർ സ്പീഡിലാണ് നമുക്ക് ഇപ്പൊ പാർക്ക് അസിസ്റ്റ് നീങ്ങി തുടങ്ങും. എക്കോയിലേക്ക് ഇട്ടു. വണ്ടി ഇപ്പൊ എക്കോ മോഡലാണ്. എക്കോ മോഡില് ടോപ്പ് 43 വരെ ഉണ്ട്. ഇപ്പൊ നമുക്ക് 0 to 24 seconds ആണ്. BMS 10 കിലോവാട്ടിന്റെ മോട്ടറാണ്. പീക്ക് പവർ 10 കിലോവാട്ടാണ്. മാർക്കറ്റിൽ 10 കിലോവാട്ട് മോട്ടർ വേറെ ഇല്ല. പിന്നെ നമ്മുടെ ബാറ്ററി പാക്ക് തന്നെ 48 വോൾട്ട് 200 AH-ന്റെ ആണ്. അത് നമുക്ക് റിയൽ ലൈഫ് റേഞ്ച് പറയുന്ന 155 ആണ്. IDC റേഞ്ച് 197 ആണ്. EPV 2.0 എന്ന് പറഞ്ഞ മോഡലാണ്. ഇത് രണ്ട് വേരിയന്റ് ഉണ്ടോ അതോ ഒറ്റ വേരിയന്റ് ഉള്ളോ? ചെറിയ ബാറ്ററി പാക്ക് ചെറിയത് ഉണ്ട്, 7.6 കിലോവാട്ടിന്റെ ഉണ്ട്. അത് EPV എന്ന് പറഞ്ഞ മോഡലാണ്. EPV, അതെ. ഓക്കെ. അതിപ്പോ നമുക്ക് കറന്റ് അവൈലബിൾ അല്ല. ഈ ഒരു മോഡലാണ് ഇപ്പോൾ ബേസിക്കലി പ്രീ ബുക്കിംഗ് തുടങ്ങിയിരിക്കുന്നത്. ഫുൾ മെറ്റൽ ബോഡിയാണ്. ഇത് മെറ്റൽ ബോഡിയാണ് അല്ലേ? ഫുൾ മെറ്റൽ ബോഡിയാണ്. പിന്നെ ബാക്കിലത്തെ സസ്പെൻഷൻ ആണെങ്കിലും ലീഫ് അല്ല, ഹെലിക്കൽ സ്പ്രിംഗ് സസ്പെൻഷൻ ആണ് വേണ്ടത്. ഓക്കെ. ഫ്രണ്ടിൽ ഡബിൾ ടെലിസ്കോപ്പിക് ഹെലിക്കൽ സ്പ്രിംഗ് സസ്പെൻഷൻ ആണ് വേണ്ടത്. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ കാൻഡിലിവർ സാധാ ആഫ്രിക്കൊക്കെ വന്ന പോലത്തെ കാൻഡിലിവർ സസ്പെൻഷനേക്കാളും നമുക്ക് ഇത് എന്താ ടയർ വെട്ടിപ്പോകുന്ന ഇഷ്യൂ അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല. ബാക്കിലത്തെ സസ്പെൻഷൻ ആണെങ്കിലും അത്യാവശ്യം റഫ് റോഡിൽ കൂടി ഓടിക്കുമ്പോഴേക്കും ഇതിന്റെ കുടുക്കമൊക്കെ എങ്ങനെയുണ്ട്? നമുക്ക് ഈ ആൾക്കാരിയ്ക്കുമ്പോൾ ഉള്ള കുടുക്കം, പാസഞ്ചർ കംഫോർട്ട് കൂടുതൽ നല്ല കംഫോർട്ടാണ് ബാക്കിലിരിക്കുന്നത്. ഇതിപ്പോൾ ഡെമോ മോഡലായ കാരണം നമുക്ക് കോൺസെപ്റ്റ് ഒന്നും ടൈറ്റ് ചെയ്തിട്ടില്ല. ഇത് തിരിച്ച് കമ്പനിക്ക് കൊടുക്കുന്ന മോഡലാണ്. അപ്പോൾ കസ്റ്റമേഴ്സിന് റെഡി ടു യൂസ് ആണോ അതോ? കസ്റ്റമേഴ്സിന് റെഡി ടു യൂസ് ആയിട്ടാണ് വേണ്ടത്. നമ്മൾ വേറെ ഒന്നും ചെയ്യണ്ട, ഡയറക്റ്റ് ഷോറൂമിൽ നിന്ന് വണ്ടി എടുത്ത് നമുക്ക് ഈ വെക്സിനൊക്കെ ചെയ്ത് തന്നെയാണ് വരുന്നത്. സീറ്റ് അപ്പോസ്റ്ററി ചെയ്ത് തന്നെയാണ് വരുന്നത്. ഓക്കെ. നമുക്ക് ചാർജിങ് ടൈം വന്നത് 5 hours 5.5 hours ആണ്. അത് നമുക്ക് യൂണിറ്റ് ബേസിൽ വരുമ്പോഴേക്കും ഒരു 10 കിലോവാട്ട് മാക്സിമം വരും. ഇപ്പോൾ വീട്ടിലെ ചാർജസ് വെച്ചാണെങ്കിൽ 7 rupees per യൂണിറ്റ് ആണെങ്കിൽ നമുക്കൊരു 70-80 മാക്സിമം വരും ചാർജ്. ഒറ്റ സിംഗിൾ ചാർജ്. നമുക്ക് ബാറ്ററി പാക്ക് വരുന്നത് ലിഥിയം അയൺ NMC കെമിസ്ട്രിയാണ്, നിക്കൽ മാഗ്നസ് കോബോൾട്ട്. അപ്പോൾ അത്
ഓട്ടോമാറ്റിക് സെൽസ് ആണ്. 5 years ആണ് വാറണ്ടി വേണ്ടത്. നമുക്ക് ഇതിൻ്റെ ലൈഫ് 1000 to 1500 സൈക്കിൾസ് ആണ് ഇതിൻ്റെ ലൈഫ് വരുന്നത്. അല്ലെങ്കിൽ 8 to 10 years ആണ് ലൈഫ് വേണ്ടത്. അത് കഴിയുമ്പോഴേക്കും നമുക്ക് ബാറ്ററി ഡീഗ്രഡേഷൻ ഉണ്ടാവും. നമുക്ക് റേഞ്ചിൽ ഇച്ചിരി ഷോർട്ടേജ് ഉണ്ടാവും. അങ്ങനെയാണ് വേണ്ടത്. നമുക്ക് വാറണ്ടി വേണ്ടത് ബാറ്ററി പാക്കിന്, മോട്ടർ സെപ്പറേറ്റ് വാറണ്ടിയാണോ? ഹാർഡ്വെയർ എല്ലാത്തിനും ഈ ഇലക്ട്രോണിക് കമ്പോണൻസ് ആയ ബാറ്ററി പാക്ക്, മോട്ടർ, കൺട്രോളർ, DC കൺവെർട്ടർ, വയറിംഗ് കിറ്റ്, ഈ ഇത്തരം ഐറ്റംസിന് നമുക്ക് 5 years അല്ലെങ്കിൽ 1,20,000 kilometers ആണ് വാറണ്ടി വരുന്നത്. അത് എക്സ്റ്റൻഡഡ് വാറണ്ടി ഇൻക്ലൂഡഡ് ആണ്. കമ്പനി വന്നത് 3 years ആണ് വാറണ്ടി. നമുക്ക് 2 years എക്സ്റ്റൻഡഡ് 10,000 കൊടുത്ത് 2 years എക്സ്റ്റെൻഡ് ചെയ്ത് വാറണ്ടി എടുക്കുന്നതാണ്. 2 years അല്ലെങ്കിൽ 20,000 kilometers എക്സ്റ്റെൻഡ് ചെയ്തെടുക്കുന്നതാണ്. അത്യാവശ്യം ഫ്രണ്ടിലാണെങ്കിൽ ലെഗ് സ്പേസ് ഉണ്ട്, ബാക്കിൽ പാസഞ്ചർ സൈഡാണെങ്കിൽ ലെഗ് സ്പേസ് ധാരാളമാണ്. പിന്നെ നമുക്കിപ്പോൾ ഉള്ള ഹെൽപ്പിംഗ് വെച്ച് നമുക്ക് ഇത്രയും സ്പേസ് വരാൻ വണ്ടിക്കില്ല. പിന്നെ ഇതിൻ്റെ വിൻഷീൽഡ് ആണെങ്കിലും അത്യാവശ്യം ഏരിയ കവേർഡാണ്. നമുക്ക് ഫുള്ളി വിസിബിളാണ്, ഒക്കെ വിസിബിളാണ്. ഇത് നമ്മുടെ കമ്പനി മുരുകപ്പ ഗ്രൂപ്പിൻ്റെയാണ്. നമ്മുടെ മോട്ടറാന്ന് കേൾക്കുമ്പോഴേക്കും ആൾക്കാർക്ക് ഏത് കമ്പനിയാണെന്ന് ഡൗട്ട് വരും. ചൈനീസ് ആണോ അല്ലെങ്കിൽ ഇമ്പോർട്ടഡ് ആണോ എന്ന് ചോദിക്കും. എവിടെയാണ് പ്ലാന്റ് വരുന്നതെന്നൊക്കെ ചോദിക്കും. മുരുകപ്പ എന്ന് പറയുന്നത് സൈക്കിൾസ് മുരുകപ്പ, അതായത് നമ്മുടെ PSA ഹെർക്കുലീസ് സൈക്കിളൊക്കെ പഴയ സൈക്കിൾ സെൻറ്ററിലാണ്. ഓക്കെ, അതെ. ചെന്നൈയിലാണ് പ്ലാന്റ് വരുന്നത്. പുത്തൂരായിട്ടാണ് പ്ലാന്റ് വരുന്നത്. പ്രൊഡക്ഷൻ എല്ലാം അവിടെ തന്നെ അല്ലേ? ഇതിൻ്റെ സേഫ്റ്റി ഒക്കെ എങ്ങനെയുണ്ട്? നമുക്ക് സേഫ്റ്റി ഫീച്ചേഴ്സായിട്ട് നമുക്കിപ്പോൾ ഏപ്രിലിൽ പുതിയ നോം വന്നതിനനുസരിച്ച് ബാറ്ററി പാക്കിലും ചാർജറിലും ഫീച്ചേഴ്സ് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ 5.5 hours വന്നത്, ടൈം പിടിക്കുന്നത്. അതായത് നമുക്ക് ഇപ്പോൾ കറണ്ട് നമുക്ക് 16 amps സോക്കറ്റിലാണ് ചാർജ് ചെയ്യാൻ റെക്കമെൻഡഡ്. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലിപ്പോൾ നമ്മൾ ചാർജ് ചെയ്യാൻ കണക്ട് ചെയ്ത് ചാർജർ ഓണാക്കി. ഇതിൽ ചാർജർ 1 year ആണ് വാറണ്ടി. അപ്പോൾ അതിൽ ഫാനുണ്ട്. ഫാൻ കറങ്ങി കഴിഞ്ഞിട്ടാണ് നമ്മൾ കീ ഓണാക്കി ഫുൾ ലൈറ്റ്സ് കട്ടിയിട്ട് ഓഫ് ചെയ്യുമ്പോഴാണ് ചാർജിങ് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കറണ്ട് പോയിട്ട് രണ്ടാമത് വരുമ്പോഴേക്കും എന്തെന്നാ ഒരു അപ്ഡേഷനായിട്ട് വന്നത്. ആദ്യമേ വന്നത് ഇങ്ങനെ രണ്ടാമത് റീകണക്ട് ചെയ്യണമായിരുന്നു. അങ്ങനെ ഒരു ഡീഫോൾട്ടായിട്ട് അത് അപ്പോൾ കസ്റ്റമേഴ്സിന് ഇച്ചിരി ഭാഗമായിട്ടുള്ളൊരു പരിപാടിയാണ്. ഇഷ്യൂ ആയിട്ട് പറഞ്ഞ കാരണം നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് അതിപ്പോൾ കണ്ടുപോയി വന്നാലും നമുക്ക് ആ ചാർജ് സ്റ്റോർ ആയത് അല്ലാണ്ട് തന്നെ ചാർജ് കയറും, പക്ഷെ ഇച്ചിരി ഡിലേ ഉണ്ടാവും. ഓക്കെ ഓക്കെ. അങ്ങനെ ഒരു ഫീച്ചർ വന്നിട്ടുണ്ട്. ഇതിന് ഹൈഡ്രോളിക് ഡ്രം ബ്രേക്സ് ആണ് വരുന്നത്. 12 inches വീലാണ് MRFൻ്റെ. ഡ്രം ബ്രേക്സ് ആണെങ്കിലും നമുക്ക് അത്യാവശ്യം ബ്രേക്കിങ് ഉണ്ട്. നമുക്ക് വിചാരിച്ച സ്ഥലത്ത് തന്നെ എത്താൻ പറ്റുന്നുണ്ട്. പിന്നെന്താ ഇപ്പോൾ സിറ്റി യൂസിനൊക്കെ ആണെങ്കിൽ മാക്സിമം നമുക്ക് മൈലേജ് കിട്ടുകയേ ഉള്ളൂ. ഭൂരിഭാഗം ആൾക്കാരുടെ ഒരു കൺസേൺ ഉണ്ട്, സിറ്റി യൂസ് നിർത്തിയെടുത്ത് വണ്ടി ഓടിക്കുമ്പോൾ മൈലേജ് കുറയൂല എന്ന്. പെട്രോൾ വണ്ടി വെച്ച് അവർ കമ്പയർ ചെയ്ത് നോക്കുന്നത്. പക്ഷേ ഇലക്ട്രിക് വണ്ടിയിൽ മൈലേജ് കൂടുകയുള്ളൂ. നമുക്ക് ഇൻ്റർമീഡിയറ്റ് ബ്രേക്കിംഗ് എന്ന് പറഞ്ഞൊരു ഫീച്ചറുണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 80% അടിയിലേക്ക് ആകുമ്പോഴാണ് ഇത് വർക്കായി തുടങ്ങുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ത്രോട്ടിൽ നിന്ന് കൈ എടുക്കുമ്പോഴോ ത്രോട്ടിൽ റിലീസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ബ്രേക്ക് പെഡലിൽ നിന്ന് കാല് റിലീസ് ചെയ്യുമ്പോഴേക്കും ഇതിൻ്റെ മോട്ടർ ജനറേറ്ററായിട്ട് വർക്ക് ചെയ്ത് പവർ തിരിച്ച് ബാറ്ററിയിലേക്ക് വരുന്നുണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫുള്ളായിട്ടല്ല കയറുക. ചിലവർ പറയും ഈ ഓൾട്ടർനേറ്റർ പോലെ ഫുള്ളായിട്ട് കയറില്ലേ
എന്നുള്ള രീതിയിൽ ചോദിക്കും. അങ്ങനെ കയറില്ല, ഒരു 1-2% അല്ലെങ്കിൽ 1-2 കിലോമീറ്ററിനുള്ള ചാർജ് കയറും. ഇതൊക്കെയാണ് ഇതിന് മെയിനായിട്ടുള്ള ഫീച്ചേഴ്സ്. പിന്നെ ഇതിന് മെയിനായിട്ട് നമുക്ക് എന്താണ് മെയിൻ്റനൻസ് വന്നത്, ഇതിൻ്റെ ബ്രേക്ക് ലൈനേഴ്സ്, കോൺസെപ്റ്റ്, പിന്നെ ഇതിന് ഹൗസിംഗ് ആണ് വന്നത്. നമുക്ക് റിജിഡ് ആക്സിൽ ഹൗസിംഗ് ആണ് വന്നത്, ജീപ്പിലൊക്കെ വന്ന പോലത്തെ. അപ്പോൾ അതിന് ഓയിൽ ചേഞ്ച് ഉണ്ട്, അത് 30,000 കിലോമീറ്ററാണ്. പിന്നെ സർവീസ് വന്നത് ഫ്രീ സർവീസ് 3 എണ്ണമാണ്. 3 സർവീസ് ഉണ്ട്. അതെ, ഫ്രീ സർവീസ് ഉണ്ട്. 3000, 6000, 10000. അല്ലെങ്കിൽ ആദ്യത്തെ 1 മാസം, അത് കഴിഞ്ഞിട്ട് 3 മാസം ഇടവിട്ടത്. നമ്മുടെ കാറിലൊക്കെ വന്ന പോലത്തെ ചാർജിങ് പോയിൻ്റാണ്. അഡാപ്റ്റർ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചാർജ് ചെയ്യാം. പിന്നെ ഇത് ഹസാർഡ് സ്വിച്ചാണ്, 4 ഇൻഡിക്കേറ്റർ ഒരുമിച്ച് കത്താനുള്ള സ്വിച്ചാണ്. പിന്നെ ഇതിൻ്റെ വൈപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സാധാ ഓട്ടോയിൽ പോലെയല്ല, നമ്മൾ നെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ച് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് വന്ന് റിട്ടേൺ നെറ്റിൽ തന്നെ വന്ന് അടുത്ത് വെച്ച് നിൽക്കും. അങ്ങനൊരു പിന്നെ അത്യാവശ്യം ആയിട്ടുള്ളവർക്കാണെങ്കിലും ഹാൻഡിൽ തട്ടാൻ ഇഷ്ടമില്ല. 3-വേ അഡ്ജസ്റ്റബിൾ ആണ്. 3-വേ അല്ല, ഫ്രണ്ടിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഹൈറ്റ് അനുസരിച്ച് നമുക്ക് ഫ്രണ്ടിലേക്ക് കയറ്റിയിടാം. 3 സ്റ്റെപ്പ് മുമ്പോട്ട് കയറ്റിയിടാൻ പറ്റുന്നതാണ്. അത് ബോൾട്ടഡ് ആണ്. ബോൾട്ട് റിലീസ് ചെയ്ത് നമുക്ക് ഫ്രണ്ടിലേക്ക് ഹൈറ്റ് അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിടാം. പിന്നെ ഇതിൻ്റെ ടേണിംഗ് റേഡിയസ് അത്യാവശ്യം നല്ല ടേണിംഗ് റേഡിയസ് ഉണ്ട്. നമുക്ക് ഒരു കർവ് ചെയ്ത് കാണിച്ചുതരാം. ഇതിൻ്റെ ഡ്രൈവ് മോഡിലേക്ക് എത്തുന്നുണ്ട്. ഡ്രൈവ് മോഡിൽ നമുക്ക് 55 ഇങ്ങനെയാണ് മാക്സിമം സ്പീഡ്. ശരിക്കും ഇതിൻ്റെ എക്കോ മോഡ് തന്നെ ധാരാളമാണ്. സിറ്റി യൂസ്, പിന്നെ ഹൈവേയിൽ കയറുമ്പോൾ ഒരു ലാൻഡ് തോന്നിയാൽ നമുക്ക് നേരെ എക്കോ മോഡ് തോന്നി. ട്രാഫിക് ആയ കാരണം സ്പീഡ് എടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഒരു ചാർജിങ് പോർട്ടാണ് ഈ കാണുന്നത്. ഇതാണ് ഇതിൻ്റെ ചാർജിങ് സ്റ്റേഷൻ. നമുക്ക് ഇതേപോലത്തെ ചാർജിങ് സ്റ്റേഷൻ KCBയുടെ കോസ്റ്റിലും തന്നെയാണ്. 16 amps പോക്കറ്റാണ് വന്നത്. നമ്മുടെ ചാർജർ ഇതിൽ കുത്തിയിട്ട് QR കോഡ് ഉണ്ട്. ഇതിൻ്റെ ചാർജ് മോഡ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ്. അത് ഇൻസ്റ്റാൾ ചെയ്ത് അതിൽ വണ്ടിയുടെ ഡീറ്റെയിൽസ് കൊടുക്കുമ്പോഴേക്കും നമുക്ക് സബ്സ്ക്രിപ്ഷൻ പാക്കായിട്ട് എടുക്കാൻ ഉണ്ടാവും. സബ്സ്ക്രിപ്ഷൻ പാക്കായിട്ട് എടുത്തിട്ട് പേയ്മെൻറ്റ് ചെയ്യുന്നത് ഇതിൽ ചാർജർ കണക്ട് ചെയ്ത് കഴിഞ്ഞ് ഈ QR കോഡ് സ്കാൻ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ചാർജ് കയറി തുടങ്ങുന്നത്. QR കോഡ് സ്കാൻ ചെയ്യണം. അതെ, ഇത് നമുക്ക് ആൾക്കാർക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്യാവുന്നേ ഉള്ളൂ. അതെ, ഓക്കെ. വണ്ടി ഇപ്പോൾ ചാർജർ അവൈലബിൾ ആണെങ്കിൽ ഈ ബ്ലൂ ലൈറ്റ് കത്തി കിടക്കും. ഇപ്പോൾ എന്തെങ്കിലും ചാർജറിന് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ റെഡ് ലൈറ്റ് ആയിരിക്കും വരുന്നത്. പിന്നെ നമ്മൾ QR കോഡ് സ്കാൻ ചെയ്ത് ചാർജിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും ഇതിലൊരു ഗ്രീൻ ലൈറ്റ് കത്തി ഇങ്ങനെ ചാർജിങ് പോലെ ഇൻഡിക്കേഷൻ കാണും. ചാർജിങ് ഫുൾ ആകുമ്പോൾ ഗ്രീൻ കംപ്ലീറ്റ് ആവും. നമ്മുടെ ആപ്ലിക്കേഷനിൽ ചാർജിങ് കംപ്ലീറ്റ് എടുക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ ഓട്ടോയിലേക്ക് ചാർജ് കൊടുക്കുന്നത് ഇവിടെയാണ് പ്ലഗ് ചെയ്യുന്നത്. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് എത്താവുന്ന പ്രതീക്ഷയോട് താൽക്കാലമായി ഗുഡ് ബൈ.